ഇന്ന് നമ്മുടെ ദൈവം ഉണ്ടാക്കിയ ദിവസം. Today God has created this day. വിശ്വസിക്കുന്ന എല്ലാവരും ദൈവത്തെ സ്തുതിക്കണം. Who all believe that say hallelujah. നാം എന്നും എഴുന്നേൽക്കുമ്പോൾ ഇന്ന് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് മനോഹരമായ ഒരു ദിവസം എന്ന് നിങ്ങൾ വായുകൊണ്ട് പറഞ്ഞാൽ അതിനെ സൗന്ദര്യമുള്ളതാക്കി മനോഹരമാക്കി മാറ്റുവാൻ എൻ്റെ യേശുവിൻ്റെ കഴിയും. Every day when you wake up, if you say God has created this day and it is beautiful day, if you say that, your day will become beautiful. നമുക്ക് മരിച്ചു കഴിഞ്ഞിട്ട് ആർക്കും ചിരിക്കാൻ പറ്റത്തില്ല. After you die, you can't smile. നിങ്ങളുടെ അടുത്തിരിക്കുന്നവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് Smile at the people nearby you. ഹല്ലേലൂയ, hallelujah. ഇതുപോലെ മനോഹരമേറിയ ഒരു ദിവസം ഇനി നിന്റെ ജീവിതത്തിൽ നിനക്ക് കിട്ടുമോ എന്ന് നിനക്ക് സംശയം കാണും. You have a doubt that whether you will be getting a similar beautiful day in your life. എന്റെ ദൈവം ഉണ്ടാക്കിയ ഓരോ ദിവസവും എത്രയും നല്ലതെന്ന് എന്റെ ദൈവം കണ്ടെങ്കിൽ കർത്താവ് സൃഷ്ടിച്ച സകലത്തെയും സകലവും കർത്താവ് മനോഹര രൂപിയായി സൃഷ്ടിച്ചെങ്കിൽ, കർത്താവിന്റെ സ്വന്തം സ്വരൂപത്തിൽ നമ്മളെ സൃഷ്ടിച്ചെങ്കിൽ, ഇതുപോലെ കാലം നിങ്ങൾ വെറുതെ ഇരിക്കുവാനല്ല, ശത്രുവിന്റെ ബോണ്ടേജിനെ തകർക്കുവാനാണ് ദൈവം എന്നെ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. God has created the day is very beautiful and think you are the real image of God and you are beautiful and you are created to worship God and give praise to Him. ഈ വർഷം എന്നോട് ദൈവം പറഞ്ഞത് ഇതൊരു ബ്ലെസ്സഡ് ഇയർ അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട വർഷം എന്നാണ്. In the beginning of this year, God has told me that this year is a blessed year for you. ആമേൻ. പരസ്പരം നിങ്ങൾ മുഖത്തോട്ട് നോക്കി ചിരിച്ചുകൊണ്ട് പറ, നിന്റെ അനുഗ്രഹിക്കപ്പെട്ട വർഷത്തിന്റെ ചില മിനിറ്റുകൾ മാത്രം നിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ബ്ലെസ്സഡ് ഇയർ ആണെന്ന് പറ, നിന്റെ ജീവിതത്തിലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട വർഷമാണെന്ന് പറയുക. Amen. Look at your nearby person and say, this is the blessed year and this is the blessed minute in your life, and say with a smiling face. ഞാൻ എൻ്റെ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ച അന്ന് മുതൽ ഞാൻ പറയുന്ന ഒരു വേർഡാണ്, എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടത്. When I entered into my married life, at that moment onwards, I used to say, my life is a blessed life. Jesus is victorious, you are victorious. If you say victorious, you are a victorious person. നിങ്ങൾ പിശാചിന്റെ വർക്ക്ഷോപ്പിലെ ഒന്നും അല്ല, നിങ്ങൾ കൂടെയല്ല, ചവട്ടുകൊറ്റയല്ല, നിങ്ങൾ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ശക്തമേറിയ ഉപകരണങ്ങളാണ്. You are not a dustbin of a Satan, or you are not the workshop of the Satan. You are the real image of Jesus and you should worship God. My Jesus is not a depressed person. Tension ജീവിയല്ല. He doesn't have any tension. പിന്നെ എന്തിനാണ് നിങ്ങൾ worry ചെയ്യുന്നത്? Then why are you worried? എന്തിനാണ് നിങ്ങൾ worry ചെയ്യുന്നത്? For what you are worried about? എന്താണ് നിങ്ങളുടെ ഭാരം? What is your burden? ഒരേ ഒരു ഭാരമേ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുള്ളൂ. There is only one burden in your heart. ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം. The burden for the souls. Amen. Amen. വിലപ്പെട്ട ആത്മാവ് ഈ ഭൂലോകത്തേക്കാൾ വിലപ്പെട്ട ആത്മാവിനെ നീ ഓർത്ത് ദുഃഖിക്കാതെ, ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങളെ ഓർത്ത് ഇന്ന് കുടുംബ ജീവിതത്തിൽ ശബ്ദകോലാഹലങ്ങൾ അല്ലേ നിലനിൽക്കുന്നത്? Amen. You should have the burden for the soul, not about the worldly things. Just think what is happening inside your family. Is it fights or noises inside your family? You should have the burden for the soul, nothing else. ദൈവം ആഗ്രഹിക്കുന്നില്ല അനൈക്യത. Amen. The God doesn't like disputes. മുഖത്തോട് മുഖം നോക്കിയാൽ ഒരായുധമുടെ കയ്യിലുണ്ടെങ്കിൽ പലപ്പോഴും ചിന്നാഭിന്നമാകും നമ്മുടെ വീടുകൾ. Amen. If you have a
weapon in your hand, and most of the families has the same situation. If you have the weapon, you will murder each other. That's the current situation in the family. പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കുന്ന ഭക്തര ദൈവത്തിന്റെ ഭയമുള്ള ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. Amen. Who are knee down and pray. I'm praising God for that. അവസാന തുള്ളി രക്തം വരെയും നിനക്ക് വേണ്ടി ഊറ്റി തന്ന നിന്റെ യേശുവിനെ മറന്നല്ലേ നിന്റെ വാക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? Amen. The last drop, God has shed the last drop of blood, and we are forgetting that, and we are living in this world without that. എന്തുകൊണ്ട് നിന്റെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ മനോഹര രൂപികളോ ബുദ്ധി രാക്ഷസന്മാരോ ആവാതിരിക്കുന്നത് നിന്റെ കയ്യിലെ ഒരു കുഴപ്പമാണ്, വേറെ ആരുടെയും കയ്യിലല്ല. Why your family members, your husband or your wife or your children is going into mental problems or it's not going into the up levels? Because it's only because of you. വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് നാം വിധിക്കരുത്. Amen. You shouldn't judge another person because there is a judgment day is there. വാശിയും വൈരാഗ്യവും നമുക്ക് വേണ്ട, ജഡത്തിന്റെ ഫലങ്ങൾ ഒന്നുമേ നമുക്ക് വേണ്ട, അത് രാജ്യം വിട്ടു പോകട്ടെ. Amen. We shouldn't have the characteristics of our flesh, and it should go away from your body. മത്സരം ആഭിചാര ദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജയുമാകുന്നു. Amen. The fruits of the flesh are not for us. It's against God. Praise the Lord. Amen. വചനത്തിൽ ഇല്ലാത്തതല്ല ഞാൻ ഈ പറയുന്നത്. I'm not say anything from outside the word of God. നാം മത്സരിക്കുന്നവരായി തീരരുത്. We shouldn't compete each other. യഹോവ എല്ലാം സൃഷ്ടിച്ച എല്ലാത്തിനെയും നല്ലതെന്ന് കണ്ട യേശുവിന് മുമ്പിലാണ് നിങ്ങളായിരിക്കുന്നത്. പിന്നെ എന്തിനാണ് നമ്മൾ വർദ്ധി ചെയ്യേണ്ടത്? Jesus, who has created everything and he has seen everything good, and then we are sitting in front of that God, and why are you worried about that? ഇനി കുടുംബങ്ങളല്ല തകരേണ്ടത്. It's not the time for the family crisis. പിശാചിന്റെ കോട്ടകൾ തകരട്ടെ. Let the Satan's fort should be destroyed. നിന്റെ കുഞ്ഞിനെ നോക്കി, നിന്റെ കുടുംബത്തെ നോക്കി ശാപവാക്കുകൾ നെഗറ്റീവ് പറയുന്ന സഹോദരി, സുഹൃത്തെ, സഹോദരൻ, മടങ്ങി വരിക. Amen. Who have talked negative about your generation, negative about your things, you should come back. ചില കുടുംബത്തിൽ പോയി പ്രാർത്ഥിച്ച വിടുതലില്ല. എന്താ? വൈ? Amen. If you go to some family and if you pray, there won't be any deliverance. Why? നിനക്ക് ഒരു കാലത്ത് നീ ജയിക്കത്തില്ലെന്നാ പേരൻസ് പറയുന്നത്. It is because all the parents those parents says that you won't be succeeded in your life. നാവിന്റെ അധികാരത്താൽ ജീവനും മരണവും. Amen. Hallelujah. On your tongue, God has given you two things. One is life and the other one is a death. പിതാവായ ദൈവത്തിന്റെ അതേ സ്വരൂപത്തിൽ നമ്മെ സൃഷ്ടിച്ചെങ്കിൽ അതേ അധികാരമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. Amen. God has created each of us in his image. That means we have the power of God. ആ തേജസ് നഷ്ടപ്പെടുത്തിയത് ആരുമല്ല, നാം തന്നെയാണ്. Amen. Because of us only we have lost his glory. ഒരു പിശാചുമല്ല. Amen. It's not the Satan. പലരും പിശാചിനെ കുറ്റപ്പെടുത്തുമ്പോൾ ഈ ദിവസം നാം വിജയിക്കണമെങ്കിൽ നിന്റെ വിശ്വാസത്തിന്റെ വാക്കുകൾ വിലപ്പെട്ടതെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. Amen. Most of us will say against Satan. It's not because of that. We should say good things from our tongue. ഞാൻ മടങ്ങി വരികയാണ്. I'm coming back. ഞാൻ ഈ വർഷം ദൈവം എന്നോട് പറഞ്ഞത് ഒരു അനുഗ്രഹിക്കപ്പെട്ട വർഷമാണെന്ന്. God told me that this is a blessed year. ഈ യോവേലിന്റെ പുസ്തകം എന്നെ വ്യക്തമായിട്ട് ദൈവം കാണിച്ചു. ദൈവം എനിക്ക് തരുന്നത് വചനത്തിന്റെ പ്രവചനം ആണ്. Amen. God used to tell me the prophecies from the Bible, and he taught me from the book of Joel. ഒന്നാം അധ്യായത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു. Amen. In the chapter 1, everything has been lost. ദയവായി ശ്രദ്ധിച്ചാലും
you listen please. ഞാൻ അല്പസമയം കൂടെ ഉള്ളൂ. നിങ്ങൾ ദയവായി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വേണ്ടത് ദൈവം നൽകി തരും. Amen. Whatever you want, God will send you. 12-ാം വാക്യത്തിൽ 1:12 വായിക്കുമ്പോൾ ആനന്ദം മനുഷ്യരെ വിട്ട് മാഞ്ഞു പോയല്ലോ എന്നൊരു വേർഡുണ്ട്. Amen. In the word, chapter 1 verse 12 says that the joy of the people has faded away. നമ്മളത് മുഴുവനായിട്ട് വായിക്കുമ്പോൾ 1-ാം ചാപ്റ്ററിൽ കണക്റ്റഡ് ആയിട്ട് പറയുന്നത് ഉള്ളിൽ ശേഷിപ്പിച്ചത്, വെട്ടുകിളിയിൽ നിന്ന് വെട്ടുകിളി ശേഷിപ്പിച്ചത്, ഓരോ വെട്ടുകിളി ഓരോ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. Amen. If you go through the chapter 1, we can see that everything has been destroyed. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പിശാച് അറ്റാക്ക് ചെയ്യുന്നത്? Do you know how Satan will attack you? ആദ്യം അവൻ നിന്റെ മാനസിക മണ്ഡലത്തെ കവർന്നെടുക്കും. At first it will attack your mental status. രണ്ടാമത് നിന്റെ ശാരീരിക മണ്ഡലത്തെ അവൻ കവരും. Next will be your body level. അവസാനമായി ഏറ്റവും വിലപ്പെട്ട ആത്മാവ്. Amen. At last it will be attacking your soul, and that is the most valuable thing. നീ എന്നേക്കുമായി അവിടെ ബന്ധിക്കപ്പെടുകയാണ്. After that you will be binded up. നിനക്ക് നിവർന്നു നിൽക്കാൻ കഴിയണമോ? If you want to stand up, മറ്റുള്ളവരുടെ മുമ്പിൽ സന്തോഷവാനും സന്തോഷവതിയായും ഇരിപ്പാൻ താല്പര്യമുണ്ടോ? do you want to be happy in front of others? പരിശുദ്ധാത്മാവിന്റെ ആനന്ദം നിന്റെ ജീവിതത്തിലെ ആനന്ദം നഷ്ടപ്പെട്ടെങ്കിൽ, Amen. The Holy Spirit joy, if it is faded away from your life, ദൈവം മടക്കി തരാൻ വിശ്വസ്തൻ. God is going to repay you back. കഴിഞ്ഞ നാളുകളിൽ ഏതെല്ലാം വിധത്തിൽ നിന്നെ പിശാച് ദണ്ഡിപ്പിച്ചോ, In the last few years, whatever things Satan has disturbed you, അതിൽ നിന്നെല്ലാം ദൈവം നിന്നെ മേൽപോട്ട് ഇന്ന് പൊക്കുവാൻ ആഗ്രഹിക്കുന്നു. and today God wanted you to get back into that level. നമ്മുടെ കുടുംബത്തെ നോക്കി പറയാമോ, എന്റെ കുടുംബം പോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം വേറെ ഇല്ലെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? Can you tell your family that there is no other family, blessed family like mine? കർത്താവിന്റെ രക്തം കൊടുത്ത് നിന്നെ വിലയ്ക്ക് വാങ്ങിയെങ്കിലും പിന്നെ പിശാചിന് കളരി പയറ്റുമല്ല നിന്റെ കുടുംബം. Amen. God has repaid you by His blood, and it's not your life for the Satan. നീ അനേകർക്ക് മാതൃകയായി നീയും നിന്റെ സഭയും നിന്റെ കുടുംബവുമായി തീരുന്ന മണ്ഡലങ്ങൾ കഴിഞ്ഞുപോയെന്ന് പരിശുദ്ധാത്മാവ് ദുഃഖത്തോടെ അറിയിക്കുന്നു. Amen. Your family, your church, everything should be a role model in front of others, but it has been overtaken by Satan, and Jesus is very worried about that. ഊനമുള്ളതിനെ യാഗം കഴിപ്പാൻ വ്യവസ്ഥയില്ല. If the sacrificing element has any issues, you are not supposed to give the sacrifice with it. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് നിന്റെ ഊനമില്ലാത്ത സ്തുതി, ഊനമില്ലാത്ത നിനക്ക് ദൈവം തന്നിട്ടുള്ള നല്ല അനുഗ്രഹങ്ങളെ നീ ദൈവസന്നിധിയിൽ കാഴ്ചവെക്കുക. Amen. When you come to in front of God, you should give the best. That is, you should give your praises in almightily. ഞാൻ ദൈവത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്. I always tell Jesus, നീ എനിക്ക് എന്ത് തന്നാലും whatever you give നിന്റെ നാമത്തിന്, in your name, നിന്റെ നാമ മഹത്വത്തിന്, in your name, ദുഷ്ടൻ അവകാശം വെച്ച കുഞ്ഞുങ്ങൾ എവിടെ ചെന്ന് അവസാനിക്കും? അസമാധാനത്തിലല്ലേ? Amen. Whatever enemy has pointed, all those lives will be ended in Israel. ദുഷ്ടൻ അവകാശം വെച്ച വസ്തു നിനക്ക് എന്തിന്? കർത്താവിന് വേണ്ടി നിനക്ക് തരുന്നത് ദൈവനാമ മഹത്വത്തിന്. കർത്താവ് എന്നെ ഏത് സകലത്തെ ഏൽപ്പിക്കുന്നത് നീ പറ. Amen. You should submit everything in your life in front of God. നീ ഒരു പ്രയത്നവും വിളിക്കേണ്ട. പരിശുദ്ധാത്മാവ് നിന്നോടുകൂടെ ഇരുന്ന പോയിന്റ് സഹിതം ടിക്ക് ചെയ്ത് നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ എന്റെ യേശു വിശ്വസ്തൻ. Amen. If you pray to the Holy Spirit, you don't have to call anyone else. You don't have to go in front of anyone. You just need to kneel down, and Holy Spirit is going to give you everything in His name. Hallelujah. Amen. ദൈവം ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട 2 കുഞ്ഞുങ്ങളെ തന്ന ദൈവം ഞങ്ങളെ മാനിച്ചു. ആൺകുഞ്ഞുങ്ങളെ God has honored us by giving 2 blessed kids.
പോൾ ജോയലും. Paul and Joel. 21 വയസ്സുണ്ട് ഒരാൾക്ക് 17 വയസ്സ്. One is 21 and the other is അവർ 7 years. ഞങ്ങളോട് ചേർന്ന് കർത്താവിന്റെ വേലയിൽ അവർ സ്കൂൾ ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോൾ ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്നു. They are also contributing to the church activities. നിങ്ങളുടെ നല്ല നടപ്പ് കണ്ടറിഞ്ഞാണ് കുഞ്ഞുങ്ങൾ നിങ്ങളോട് ചേർന്ന് വരേണ്ടത്. Amen. Children will be looking on your good activities and they will be coming to Jesus. ദൈവം കഴിഞ്ഞാൽ നിങ്ങളാണ് അവരുടെ ദൈവം, അല്ലെങ്കിൽ കാണപ്പെട്ട ദൈവം പേരൻസ് ആണ്. Amen. In front of kids, the parents are the seeing God, and the first one will be the God, and the second person in their life, the highest most person is parents. എനിക്ക് എൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായി സുവിശേഷിക്കും വേലയ്ക്ക് വരാൻ യാതൊരു സാവകാശവും ഇല്ലാതിരുന്ന ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് ഞാൻ ഇറങ്ങി വന്നത്. Amen. I'm a person who was not supposed to come, who doesn't have the opportunity to come into full ministry. എൻ്റെ പപ്പ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. My dad is a government employee. എൻ്റെ അമ്മ ഒരു പ്രാർത്ഥിക്കുന്ന മാതാവായിരുന്നു. My mom is a prayer warrior. എൻ്റെ കുടുംബത്തിൽ ആദ്യമായി കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങുന്ന ഒരു പെൺകുട്ടി ഞാൻ തന്നെയായിരുന്നു. Amen. I am the first person who went into the God's ministry. എൻ്റെ ബ്രദേഴ്സ് ഒന്നും ആരും അതിന് എനിക്കൊരു മുന്നേറ്റം, എനിക്കൊരു നല്ലൊരു വാക്ക് സുവിശേഷ വേലയ്ക്ക് പോകാൻ ആരും എനിക്ക് പറഞ്ഞു തരാനില്ലായിരുന്നു. Not even a single person who was appreciating my ministry. എൻ്റെ അമ്മ മാത്രമേ ഉള്ളായിരുന്നു അതിനെല്ലാം സപ്പോർട്ട്. My mom was completely supporting me. 3 മണ്ഡലങ്ങളും തകർക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. I was completely destroyed in the 3 levels. മാനസിക മണ്ഡലത്തിൽ, ശാരീരികമായ ആത്മമണ്ഡലത്തിൽ. Amen. In the mental level, in the body level, as well as the spiritual level, I was completely destroyed. ഞാൻ ഒരു ഉണർവിന് വേണ്ടി 19ാമത്തെ വയസ്സിൽ പുനലൂരിന് വേണ്ടി ഞാൻ തീരുമാനമെടുത്തു. Amen. I have decided for supporting a revival in the place Punalur in India. എൻ്റെ കല്യാണത്തിന് മുമ്പ് ഞാൻ ചെറുതായിരിക്കുമ്പോൾ മാത്രമാണ് ഈ റിവൈവലിന് വേണ്ടി തീരുമാനമെടുത്തത്. I have decided when I was in childhood. 19ാമത്തെ വയസ്സിൽ ഞാൻ തീരുമാനമെടുത്തു. In the year 19, I have decided that. നീണ്ട 19 വർഷങ്ങൾ എനിക്ക് അതിനു വേണ്ടി കാത്തിരിക്കേണ്ടി വന്നു. After that, I have to wait for 19 years to get that. ഇന്ന് 300 കുടുംബങ്ങളുള്ള വലിയൊരു ചർച്ചായിട്ട് ദൈവം അതിനെ രൂപാന്തരപ്പെടുത്തി. God has make it up by 300 people in that church is attending. 30 ചർച്ചുകളെ ദൈവം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. We now have 30 churches. ധാരാളം ഹിന്ദുക്കളും മുസ്ലിങ്ങളും കടന്നു വന്ന് അവിടെ ആരാധിക്കുന്നു. Lot of Muslims and Hindus are attending our church. ശക്തമായ ദൈവപ്രവൃത്തികൾ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. God is doing big miracles in our place. ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത് എപ്പോഴും കർത്താവിന് വേണ്ടി വളരുവാനാണ്. Amen. God just want us to grow in God. നമ്മുടെ കുഞ്ഞുങ്ങൾ വളരണ്ടെന്നാണോ ആഗ്രഹം, അതോ വളരണമെന്നാണോ നമ്മുടെ ആഗ്രഹം? Do we need our children to be grown up? അവർ പുഷ്ടി വെക്കണമെന്നാണോ ആഗ്രഹം, അതോ ശോഷിച്ചു പോകണമെന്നാണോ? Do we think whether our children should grow fat or not? ഏതാണ് പുഷ്ടി പകരുന്നത്? Which will give more fat? പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് നമ്മുടെ ജീവിതത്തിൽ പുഷ്ടി പകരുന്നത്. Amen. The Holy Spirit will give more fat. അതൊരു ടോണിക്കാണ്. It's like a medicine. അതൊരു മൾട്ടി ടോണിക് തന്നെയാണ്. It's like a multivitamin. ഈ വചനം അത് നമുക്ക് തൃപ്തി വരുത്തുന്നതും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വരുത്തുന്നതുമാണ്. The word of God will give you satisfaction in your life. Hallelujah. Hallelujah. ഈ യോവേൽ പ്രവചനം നാം വായിക്കുമ്പോൾ, If you read from the Joel, ദൈവം എന്നോട് പറഞ്ഞത് ഇതൊരു എല്ലാവരും ഒരു 2 മിനിറ്റ് എന്നോട് ശ്രദ്ധിച്ച് പറ്റത്തുള്ളൂ. കുഞ്ഞുങ്ങളെ അവരുടെ പേരൻസ് നോക്കിക്കോളും. നിങ്ങൾ ദയവായി റിക്വസ്റ്റ് ചെയ്യുക. എന്നെ ദൈവം അവിടുന്ന് ഇവിടെ വരെ അയച്ചതിന് ഒരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നത്. ദയവായി ശ്രദ്ധിച്ചാലും നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട വർഷമാണിത്. let this year be a blessed year for us. 2 ഒരു സംതൃപ്തിയുടെ വർഷമാണിത്. Let this year be a satisfied year. ഇനി ഒരു നാളും നീ ലജ്ജിച്ചു പോകുകയില്ലെന്ന് 2 ലാസ്റ്റിൽ നാം വായിക്കുന്നു. ജോയൽ In Joel chapter 2 we will read that you will never be ashamed. പിന്നെ
ദൈവം പകർന്നു, നിനക്ക് പകരം നൽകും. Amen. And God is saying that God is going to repay you. അടുത്തത്, ഞാൻ നിങ്ങളുടെ നടുവിലുണ്ട്. And the another promise of God is that He is in midst of us. എന്റെ യേശു ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് കുറവ്? Amen. If God is in midst of us, then what is the issue? അടുത്തത്, സകലരിലും എന്റെ ആത്മാവിനെ പകരും. And the last thing, God is going to pour out the Spirit of God. നിങ്ങളുടെ വീട്ടിൽ ഒരു ജോലിക്കാരി ഉണ്ടെങ്കിൽ അവളുടെ മേൽ പോലും അഭിഷേകം നൽകപ്പെടും. If there is a housemaid in your life, in your house, that person is also going to വിശ്വസിക്കുന്നവരല്ലാണ് ദൈവത്തിന്റെ ശക്തി ഇറങ്ങുന്നത്. Amen. On whoever will believe that Spirit is going to fill you up. Hallelujah. Hallelujah. കൊച്ചു കുഞ്ഞുങ്ങളുടെ വായിൽ ദൈവശക്തി ഇറങ്ങും. Amen. In your children, Spirit is going to touch them. എന്റെ കൊച്ചുമോൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങൾ അമേരിക്കയിൽ പോകുന്ന വിഷൻ അവനെ കാണിച്ചു കൊടുത്തത്. 3ാം ക്ലാസ്സിൽ. Amen. When my kid was 3 in the 3rd grade, he saw the vision. എന്റെ ചർച്ചിൽ ഒരു ആന്റി മരിച്ചു പോകുന്ന എന്റെ കുഞ്ഞിന് വിഷൻ കൊടുത്തു, വെളിപ്പാട് കൊടുത്തത് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. Amen. He saw a vision. In that vision, he has seen that one of the church member is going to die. It happened in the year 3. അവനെ പ്രസംഗിക്കാനുള്ള ദൈവിക ചൈതന്യം കൊടുത്തത് വെറും 3ാം ക്ലാസ്സിൽ വെച്ച്. Amen. He got the spirit to preach at the grade 3. 5ാം ക്ലാസ്സിൽ വെച്ച് അവന് മാരകമായ ഒരു പനി വന്നു. ഞാൻ യേശുവിന് വേണ്ടി മോൻ ഹൃദയം കൊടുക്കാമെന്ന് പറഞ്ഞു കൊടുത്തു. അവൻ ഹൃദയം കൊടുത്തു. Amen. When he was in year 5, he got a big fever, and at that time he told Jesus that he is pouring his life for Jesus. ആ പനി അവനെ വിട്ടുമാറി. At that moment, fever has gone away. അവരെ കുഞ്ഞു പ്രായത്തിൽ തന്നെ രണ്ടുപേരും പരിശുദ്ധാത്മാവിൽ ലയിച്ചു നിൽക്കുന്നത് കാണുവാൻ കൃപയാൽ കർത്താവ് ഞങ്ങളെ ഇടയാക്കി. At their childhood, they were filled with the Holy Spirit, and I was able to see that. എന്തിനാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നാം വിഷാദിക്കേണ്ടത്? Why are we worried about our children? ആത്മാവിൽ തുള്ളിച്ചാടുവാൻ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ നീ വേറെ ഒന്നിനെ പറ്റി വിഷാദിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. If you submit yourself to jump with the Holy Spirit, then there is no worries in your life. ഈ വർഷത്തിന്റെ ഒരു മെയിൻ ആയിട്ട് ഒരു പ്രത്യേകത ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. I want to tell you a peculiarity of this year. ഇതൊരു യോവേൽ വർഷമാണ്. This is an year of Yovel. യോവേൽ വർഷം എന്നല്ല, യോവേൽ സംവത്സരം എന്ന് പറഞ്ഞാൽ ശത്രു നിന്റെ എന്തെല്ലാം അവകാശങ്ങൾ നഷ്ടപ്പെടുത്തി കൊണ്ടുപോയോ. Amen. If the Joel years means that whatever Satan has destroyed in your life, നീ ക്രിസ്തുവിലായാൽ ദൈവം നിനക്കത് പകരം നൽകുന്ന ഒരു വർഷമാണ് ഇതെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു. if you are in Christ, God is going to repay everything. Whatever He has taken away, God is going to repay you back. Hallelujah. 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 യോവേൽ 2:19 നാം വായിക്കുമ്പോൾ In Joel chapter 2 verse 19 says, നമുക്ക് ദയവായി വായിച്ചാലും, the Lord replied to them, യഹോവ തന്റെ ജനത്തിന് ഉത്തരം അരുളിയത്, I am sending you grain, ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും. new wine and olive oil, നിങ്ങൾ അതിനാൽ തൃപ്തി പ്രാപിക്കും. enough to satisfy you fully. ഞാൻ ഇനി നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ദയാക്കുകയുമില്ല. Never again will I make you an object of scorn to the nations. ഒലിവ് ഓയിൽ. Amen. ഹല്ലേലൂയ. വെറും എണ്ണയല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, ഒലിവ് ഓയിൽ. You are not simply an oil, you are the special olive oil. നിങ്ങൾ ഇടിച്ചെടുത്ത ഒലിവെണ്ണയാണോ? You are the olive oil. കഷ്ടങ്ങളിൽ കൂടെ പ്രതികൂലങ്ങളിൽ കൂടെ ദൈവം നിന്നെ ഒരു ശക്തമേറിയ ഒരു മെതിവെണ്ടിയാക്കി പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. Amen. Whatever troubles, God is going to build you up in that troubles. ഒരു ഹെൽത്തി ഫെയ്ത്ത് ആണ് ഇത്. Amen. You should have a healthy faith. ബുൾഡോസർ എന്ന് പറഞ്ഞ ഒരു ഹെൽത്തി ഫെയ്ത്ത് ആണ്. Amen. The troubles, that is the bulldozer in your life. ആരോഗ്യകരമായ വിശ്വാസം എന്ന് പറഞ്ഞ ഒരു ബുൾഡോസർ ആണ്. Amen. The healthy faith is like a bulldozer in your life. മലകൾ പോലെയുള്ള നിന്റെ പ്രശ്നങ്ങള് വിശ്വാസത്തിന്റെ മെതിവെണ്ടി ചവിട്ടി മെതിച്ച മലകളെ
which is standing like a mountain in front of you, but you have the weapon, you have the vehicle with you to destroy that and make it as a good garden in front of you. Make use of it. Hallelujah. Amen. Hallelujah. 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 ദൈവം നിന്നെ പണിയുവാൻ ആഗ്രഹിക്കുന്നു. God wants to build you up. നിനക്കതിന് ഇഷ്ടമാണോ? Are you happy for that? നിനക്ക് ഇഷ്ടമാണോ? Are you happy for that? കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാതെ നിന്നെ പണിയുവാൻ സാധിക്കുകയില്ല. If you are not surrendering yourself to God, then God can't build you up. ഇനി ദയവായി ശ്രദ്ധിച്ചാൽ Just listen to me. One thing. 2:19 യോവേൽ 2:19 In Joel chapter 2 verse 9. ധാന്യം, One is grain. 2 വീഞ്ഞ്, Second is wine. 3 എണ്ണ. The third is the olive oil. Praise the Lord. Amen. ധാന്യം ഉപജീവനത്തെ കാണിക്കുമ്പോൾ Grain shows the daily living. ആത്മീയപരമായ അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ട് നാം കാണുന്നത് വചനത്തെയാണ്. Amen. Spiritually we should check it out as the word of God. ഈ വചനം കൃപയാൽ ഒറ്റ ദിവസം കൊണ്ട് ലേവ്യ മൊത്തം പഠിച്ചീർക്കാൻ കൃപയാൽ കർത്താവിനെ സഹായിച്ചു. God has given me the opportunity to study the whole Bible. Leviticus. God has given me the opportunity to study the Leviticus. ഞാൻ ഇന്തോനേഷ്യയിലായിരുന്ന ആ സമയത്ത് When I was in Indonesia, ഒരു ദിവസം വേണ്ടി വന്നില്ല. I just studied the whole Leviticus in one day. ബാക്കി സമയം എനിക്ക് ബാക്കി എന്റെ പാക്കിങ്ങിനുള്ള ദിവസമായിരുന്നു. എല്ലാം ഞാൻ കർത്താവ് കൃപയാലെല്ലാം സഹായിച്ചു. I was able to pack up my things as well as study the Leviticus നിന്റെ in one മുമ്പിൽ day. വചനം വായിക്കാനോ പ്രാർത്ഥിക്കാനോ സമയമില്ലെന്ന് നിങ്ങൾ പറയരുത്. Don't say that you don't have time to read the Bible. നീ വണ്ടി ഓടിക്കുമ്പോൾ, When you drive, പാത്രം കഴുകുമ്പോൾ, when you do the dishes, ഭക്ഷണം കഴിക്കുമ്പോൾ, when you have the food, നിന്റെ ജീവിതത്തിൽ കർത്താവ് എല്ലാം നൽകി തന്നില്ലേ? God has given you everything in your life. കർത്താവേ, നീ തന്ന നല്ല ദാനങ്ങൾക്കായി സ്തോത്രം. We should say thank you God for giving the നല്ല whole good ഭാര്യയെ things. തന്നതിനായി സ്തോത്രം. Jesus, thank you Jesus for നല്ല giving me a good ഭർത്താവിനെ wife. തന്നതിനായി സ്തോത്രം. Thank you Jesus for giving me a good husband. നല്ല ഭർത്താവിനെ തരാതെ അങ്ങനെ നല്ല കുഞ്ഞുങ്ങളെ കർത്താവ് തരുമോ? Without having a good husband, how will you have a good children? നല്ല ഭാര്യയെ തന്നിട്ടല്ലേ ഇത്രയും നാള് ദൈവം ഇങ്ങനെങ്കിലും ഐശ്വര്യമായിട്ട് ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. Because of a good wife, that's why you are sitting here. നിങ്ങളുടെ സഹോദരിമാരില്ലായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ ഷേപ്പ് ഇവിടെ കാണാമായിരുന്നു. Amen. Without a lady in your life, you can see the right shape. Hallelujah. Hallelujah. ശക്തമേറിയ ഒരു പവർഫുൾ ആയുധമാക്കി കർത്താവ് സഹോദരിമാരെ തീർക്കാൻ ആഗ്രഹിക്കുന്നു. Amen. God wants to make you as a powerful weapon. അവരുടെ കുടുംബങ്ങളെ പണിയപ്പെടുവാൻ സഹോദരിമാരെ നിങ്ങളെയാണ് കർത്താവ് ഉപയോഗിക്കുന്നത്. Ladies, you are going to be a weapon to build up all the families who has been ദൈവം destroyed. നിങ്ങളുടെ മേൽ ഒരു വലിയ കാഴ്ചപ്പാട് ഇന്നു മുതൽ ഇടുവാൻ ആഗ്രഹിക്കുന്നു. God has a big vision in all of you. Hallelujah. Hallelujah. കുഞ്ഞുങ്ങളെ ദൈവം നിങ്ങളെ ആഗ്രഹിക്കുന്നു. Amen. Jesus wants you children. ഇന്ന് എന്റെ മൂത്ത മകൻ ആയിരങ്ങൾ പതിനായിരങ്ങൾ കൂടുന്ന കുഞ്ഞുങ്ങളുടെ യൂത്തിന്റെ ഇടയിൽ പോയി കുഞ്ഞുങ്ങളെ മോൾഡ് ചെയ്യുവാൻ എന്റെ കർത്താവ് എന്റെ കുഞ്ഞിനെ ഉപയോഗിക്കുന്നു. Amen. ഞാൻ സന്തോഷവതിയാണ്. Hallelujah. I'm so happy that my eldest son, who is preaching in between, who is working in between the youth, and he is working in thousands and 10,000 children. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കൊടൈക്കനാലിൽ ഒരു മീറ്റിംഗിന് പോയി. I went to a meeting in Kodaikanal in India. കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ പൈസയല്ല വേണ്ടത്, നിങ്ങളുടെ സ്നേഹമാണ്. Kids doesn't want your money, kids wants your love. നിങ്ങളുടെ ചിരിയോടുള്ള നിങ്ങളുടെ സ്നേഹമാണ് കുഞ്ഞുങ്ങൾക്ക് ആവശ്യം. അത് ഒരു മെഡിസിൻ തന്നെയാണ്, മൾട്ടി മെഡിസിൻ തന്നെയാണ്. Kids want a smiling face of your love. It's like a big medicine in their life. അതൊരു മെഡിക്കൽ സ്റ്റോറിലും കിട്ടുന്നതല്ല, ഈ വലിയൊരു മെഡിസിൻ ഷോപ്പിൽ കിട്ടുന്നതാണ്. Amen. It's not being given in any medical shop, but you can see it from the word of God. ഹല്ലേലൂയ. Hallelujah. നിന്റെ മുറിവിനെ കെട്ടാൻ ഈ ലോകത്തിൽ ആർക്കെങ്കിലും ഡോക്ടറെ പറ്റുമോ? ഡോക്ടറെ, The wound in your mind, is there anyone to heal that? നിന്റെ മനസ്സിന്റെ മുറിവുകളെ ഉണക്കുവാൻ സർവശക്തനായ എന്റെ ദൈവത്തിന് മാത്രമേ
കർത്താവെ കഴിയും. Amen. Only our heavenly Father, only our Almighty God who can heal the wound in your mind. ഉടഞ്ഞ പാത്രങ്ങൾ തകർന്നവർ ഇതിനകത്തുണ്ട്. Amen. Who has been destroyed. നീ കർത്താവിനാൽ തകർന്നെങ്കിൽ കർത്താവ് നിന്നെ പണിയാൻ If you ആഗ്രഹിക്കുന്നു. have been destroyed by the God and God wanted you to be built. നീ ഈ ലോകത്തിന് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടു. പക്ഷെ നീ ദൈവത്തിന് വേണ്ടി വല്ലത് ചെയ്താൽ ദൈവം നിനക്കത് പ്രതിഫലം തരും. ഈ ലോകത്തിലെ എല്ലാം താൽക്കാലികമാണ്. Amen. If you have run around for this world, but whatever you do in this world, it's just a temporary thing. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമ്മുടെ സമയങ്ങളെ മാറ്റിവെക്കേണ്ട സമയം കഴിഞ്ഞുപോയെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. Amen. We should spend our valuable time for the name of God. പഴയ നിയമകാലത്തെ യോശുവയെ ദൈവം ഉപയോഗിച്ചെങ്കിൽ എന്നെ നിങ്ങളെ ഉപയോഗിക്കാൻ എത്രമാത്രം. Amen. In the older times, God has used the Moses. Then we all should be ready for that ministry. നാം നീട്ടിക്കാഹളം പുതണ്ട ദിവസങ്ങൾ കഴിഞ്ഞുപോയി. It's already late, and we should start playing with the trumpets. നമുക്ക് മടങ്ങി വരാം. We should come back. ദൈനംദിന ജീവിതത്തിലുണ്ടോ? Amen. There will be grains in your life. വചനം നിന്റെ ഉള്ളിലുണ്ടോ? Amen. The word of God is inside your mind. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം കർത്താവേ നീ എന്റെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നു. Amen. We have more happiness than the people who is have lot of pleasure in their life. ഞാൻ ദുഃഖത്തോടെ കിടന്നുറങ്ങുമെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. It's not saying that we are going to sleep in ഞാൻ രാത്രി worries. കരയിച്ച് കിടക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. It's not saying that we will be sleeping with a disturbed mind. ഞാൻ സമാധാനത്തോടെ കിടന്നു. I will sleep with heavenly peace. നീയല്ലോ യഹോവേ എന്നെ വസിക്കുമാറായി. Because of you, I'm living peacefully. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് Before the sun sets, നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കപ്പെടണം. let us submit all our issues, all our sins in front of God. അടുത്തത് വീഞ്ഞ്. Amen. Next is the wine. സന്തോഷം. Wine means the happiness. പരിശുദ്ധാത്മാവിലെ സന്തോഷം. The happiness in Holy Spirit. ഇതുകൊണ്ടാണ് നീ ഇന്ന് വരെ നിലനിന്നത്. That's why we all sustain here. നീ തകരണ്ട മണ്ഡലങ്ങൾ. The realms of destroyer. ഞാനൊരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. Don't be mistaken. ഒരു വർഷം സാമച്ചാൻ ചർച്ചിലെ ഒരു പ്രശ്ന നിമിത്തം രാത്രിയിൽ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. One day my husband was not able to sleep. സഭാചാർജ് ചെറിയ കാര്യമല്ല. It's the charge of a church is not a small thing. പല കഷ്ടങ്ങളിലൂടെയാണ് ഞങ്ങൾ കർത്താവിന്റെ വേല ചെയ്യുന്നത്. We are going through so many problems, and that's how we do the ministry. രാത്രി നമ്മുടെ ഉറക്കം നഷ്ടപ്പെട്ടാൽ പകൽ മൊത്തം ദേഹത്ത് വേദനയായിരിക്കും. If we don't have enough sleep, we were not able to do the thing. We will be having pains in our body during the daytime. സഹോദരി, നിന്റെ ഭർത്താവിനെ കൈത്താങ്ങൽ കൊടുക്കുവാൻ നിനക്ക് മാത്രമേ കഴിയൂ. Ladies, listen. You are the only one who can support your husbands. ഭർത്താവെ, നിന്റെ ഭാര്യയെ സപ്പോർട്ട് ചെയ്യുവാൻ നിന്റെ ഒരു വാക്കും. I mean, dear husbands, just your one word can comfort your wife. നിന്റെ അവസാനം വരെ നിന്റെ ഭാര്യയല്ല, നിന്റെ ഭർത്താവ് നിന്റെ കൂടെ കാണും, മക്കള് പോലും കാണത്തില്ല. Till the end of your life, only the wife and the husband be together, not even your kids. ഹല്ലേലൂയ. Hallelujah. ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു. Amen. The person who get wife, he's a blessed person. ബുദ്ധിയുള്ള ഭാര്യ യഹോവയുടെ ദാനം. Amen. The wise wife will be a gift of God. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ആ കിരീടത്തെ നീ തകർക്കല്ലേ. Amen. Don't destroy that crown. നിന്റെ അനുഗ്രഹിക്കപ്പെട്ട ഭർത്താവിനെ നീ ഉപേക്ഷിച്ച് കളയല്ലേ. Don't leave your blessed husband.
ചെറിയ ചെറിയ കുറവുകൾ നമ്മുടെ എല്ലാ ജീവിതങ്ങളിൽ വരും. There will be small issues in your life. വൈത്തുണിയിൽ പൊടികൾ പറന്നു വന്നാൽ നമ്മൾ അറിയത്തില്ല. I mean, we don't see the dust particles coming near to you. ദൈവം നമ്മളെ വിശുദ്ധിക്ക് വേണ്ടി വിളിച്ചു വേർതിരിച്ചു. God has called you up to stand in ഒരു വലിയ holiness. പണിക്ക് വേണ്ടിയാണ് ദൈവം നമ്മെ കണ്ടിരിക്കുന്നത്. God has seen you for a big build-up. Praise the Lord. Hallelujah. അടുത്തത് എണ്ണ. I mean, next is olive oil. ഒലിവ് ഓയിൽ 24 മണിക്കൂർ ആലയത്തിൽ കത്താൻ ദൈവം നിന്നെ കണ്ടിരിക്കുന്നത്. I mean, olive oil represents that you should be fired inside the church. ഇപ്പോൾ കത്തിയിരിക്കുന്നോ, ഇപ്പോൾ മങ്ങിയിരിക്കുന്നോ? You should be lighten up or lowered in your life. ഒരു വിളക്ക് കത്തിയാൽ അതിനടുത്തിരിക്കുന്ന വിളക്ക് കത്തും. I mean, if one lamp has been lightened, then the nearby should also be lightened up. അതിനകത്ത് എന്തെങ്കിലും കരടുകൾ ഉണ്ടെങ്കിൽ അതിന് മങ്ങലേൽക്കും. I mean, if there is any dust particles in that, then it will be burn. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകും. I mean, Jesus said, I am the light of the world. ആ വെളിച്ചം നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുമ്പോൾ ഇരുട്ടിന്റെ ശക്തികൾ അത് തന്നെ ഓടിപ്പോകും. I mean, when that lighten up in your life, all the darkness will go away from your life. ഇരുട്ടുള്ളിടത്ത് ശുദ്ധര ജീവികളുണ്ട്. I mean, in the darkness there are so many small creatures will be there. വെളിച്ചമാകുന്ന യേശുവിങ്കിലേക്ക് നീ മടങ്ങി വന്നാൽ, if you come back to the light that's a real Jesus Christ, ക്ഷുദ്ര ജീവികൾ നിന്റെ ജീവിതത്തിൽ വരുന്ന ക്ലേശങ്ങൾ, രോഗങ്ങൾ, അന്ധകാര ശക്തികൾ, എല്ലാ ടെൻഷനുകളും വിട്ടുപോകാൻ ഇടയാണ്. I mean, all the creatures, that is all the tensions, all the stress, all the worries will be going away from your life. ആര് നിന്നെ മറന്നു പോയാലും നിന്റെ യേശു നിന്നെ മറക്കാതിരിക്കാൻ മതി. Amen. Whoever forget you, but there is one person who will remember you always. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. I will never forsake you. പെറ്റമ്മ തന്റെ കുഞ്ഞിനെ മറന്നു പോകും. Amen. The woman who gave birth to the baby may forget their child. പക്ഷേ എന്റെ യേശു മറന്നു പോകുകയില്ല. Amen. But the Jesus Christ won't forget you. ഇവിടെ സിയോൻ എന്ന പല പ്രാവശ്യവും 2-ാം അധ്യായത്തിൽ 2:1 15 നാം വായിക്കുന്നു. In the Joel chapter 2:1 and verse 1, as well as in 15, we can see that blow the trumpet in the Zion. സിയോനിൽ കാഹളമൂതുവിൻ. It's saying that blow the trumpet in Zion. നമ്മൾ എവിടെയാണ് കാഹളം ഊതേണ്ടത്? Where should we blow our trumpet? Praise the Lord. Hallelujah. സിയോൻ. Amen. Zion. യെരുശലേമിന്റെ 5 മലകളിൽ ഒന്നാണ് സിയോൻ. Amen. In Jerusalem there are 5 mountains and Zion is one among them. എന്റെ കർത്താവ് സ്വന്തം കൈ കൊണ്ട് കൽപ്പനകൾ എഴുതിയ പർവ്വതമാണ് സിയോൻ. Amen. The God has given the law in that mountain Zion. മോശ പോയി ദൈവത്തോട് സംസാരിച്ച് ദൈവത്തിൽ നിന്ന് കൽപ്പന എല്ലാം ദൈവത്തോട് മുഖാമുഖമായി സംസാരിച്ച ഒരു പ്രവാചകനും ഇല്ല, മോശ മാത്രമേ ഉള്ളൂ. Amen. The only one person who has talked to God in the face to face, that's the Moses, and that was happened in the Mount Zion. ആവർത്തനം ലാസ്റ്റ് വാക്യം നിങ്ങൾ വായിച്ചാൽ In Deuteronomy last 2 chapters, if you read that, you can know from it. ജനത്തിന്റെ പാപം നിമിത്തം കനാൻ നഷ്ടപ്പെട്ടു. Amen. Because of the sins of the people, they have lost Canaan. ഒരു 40 കഴിഞ്ഞ് അടുത്ത 40 കയറി ജനത്തിന്റെ കാഠിന്യ നിമിത്തം. Amen. Because of the sins of the people, that they have to go through 40 years, and they have to wait for 40 years. 3 പ്രാവശ്യം 40 ഇരുന്ന് മോശ. Amen. They have to go through 40 years for 3 times. Hallelujah. Amen. Hallelujah. Hallelujah. ഉത്തരവാദിത്തങ്ങൾ കഷ്ടപ്പാടുള്ളതാണ്. Responsibility is really a difficult thing. Hallelujah. Hallelujah. വിശ്വസ്തയോടെ നമ്മുടെ ദൈവദാസന്മാരെ നമ്മൾ മാനിക്കണം. Amen.
Amen. The trustworthy pastors in your church, you should respect them. സ്നേഹം അത് ഏറ്റവും വിലപ്പെട്ട ഒന്നാണ്. Amen. The love, it's really a valuable thing. നിങ്ങൾ യൂട്യൂബ് ചെക്ക് ചെയ്താൽ ലവിനെ പറ്റി വ്യക്തമായ ഒരു പ്രസംഗം അതിൽ കിടക്കുന്നുണ്ട്. Amen. If you check in YouTube, you can see a preaching about love. 3 സ്നേഹമുള്ളതിൽ ഏറ്റവും വലിയ ദൈവസ്നേഹത്തെ പറ്റി ഞാൻ ആഴമായി സംസാരിച്ചിട്ടുണ്ട്. അതിൽ I have talked about the love in that video. സ്നേഹമില്ലെങ്കിൽ നീ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. Amen. Without love, there would be nothing in your life. നിനക്ക് എത്ര വിലപ്പെട്ട കൃപാവരം ഉണ്ടായിരുന്നാലും നിനക്ക് സ്നേഹമില്ല എങ്കിൽ നീ ഏതുമില്ല. If you have so much of valuable gifts in your life, and you don't have love in your life, in your life, then you are nothing. Praise the Lord. Amen. സിയോൻ നാം പറഞ്ഞു 5 മലകളിൽ ഒന്നാണ് സിയോൻ. Zion is one among the 5 mountains. യെരൂശലേമിന്റെ ഒരു മലയാണ് സയോൻ. Amen. Zion is one among the 5 mountains. നാം സിയോൻ സഞ്ചാരികളാണ്. We are the travelers to Zion. സിയോനിൽ എന്താണ് നമ്മൾക്ക് കിട്ടുന്നത്? What will we get from Zion? ദൈവവചനത്തിന്റെ ഉപദേശങ്ങൾ. Amen. We will get the advice of God, word of God. ദൈവവചനം നമ്മുടെ ഉള്ളിൽ ആഴമേറിയ ദൈവിക വിടുതലുകളെ നൽകി തരുന്നു. Amen. The word of God will give a deliverance in your life. അടുത്തത് നാം വായിക്കുമ്പോൾ If you read it again, നിന്റെ ശത്രുവിനെ നശിപ്പിച്ചതിന് ശേഷമാണ് ധാന്യവും വീഞ്ഞ് നിങ്ങൾക്ക് എണ്ണയും പകർന്നു തരുന്നതെന്ന് നാം വായിക്കുന്നു. if you read there, you can see that God destroyed the enemy and then He is giving you the grain, wine and olive oil in your life. 20-ാം വാക്യത്തിൽ അങ്ങനെ വായിക്കുന്നു. In the verse 20, we can read like this. 21-ാം വാക്യത്തിൽ നാം വായിക്കുന്ന യഹോവ വൻകാര്യങ്ങളെ നമ്മുടെ മേൽ ചെയ്തിരിക്കുന്നു. Amen. In the verse 21, we can see that Lord has done great things in your life. ഈ വർഷം ദൈവം നമുക്ക് നൽകി തരുന്ന അനുഗ്രഹങ്ങളാണ് ഞാൻ വായിക്കുന്നത്. I am reading the blessings God is going to give you in this year. അടുത്തത് നാം വായിക്കുന്ന ഒരു മുൻമഴ പിന്മഴ. And then we are going to read about, after that we are reading about the autumn rains and the spring rains. 2:23 In the verse 23, സിയോൻ മക്കളെ ഘോഷിച്ചുല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പീൻ. be glad, people of Zion, rejoice in the Lord of your God. അവൻ തക്കയളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു. For He has given you the autumn rains. അവൻ മുമ്പേ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയുമായ വർഷം പെയ്ച്ചു തരുന്നു. He sends you abundant showers, both autumn and spring rains as before. അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും. That's how the threshing floors will be filled with grain. ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. The vats will overflow with new wine and oil. Praise the Lord. Amen. എന്താണ് മുൻമഴ, എന്താണ് പിന്മഴ? What is autumn rain and what is spring rain? മുൻമഴ എന്ന് പറഞ്ഞാൽ Autumn rain means നമ്മൾ വയലെല്ലാം ഒരുക്കിയതിന് ശേഷം after we prepare our fields, വിത്തിന് വേണ്ടി പാകപ്പെടുത്തുമ്പോൾ അതിലൊരു മഴ പെയ്യും. when we prepare the fields for seeding, before that some rain will happen. അത് കഴിഞ്ഞ് കൃഷിക്കാരൻ ഈ വിത്ത് അത് വളർന്നു വന്ന ലാസ്റ്റില് 1 മാസം മുമ്പേ നമ്മൾ ഹാർവസ്റ്റിന് മുൻപിലുള്ള ഒരു മഴയുണ്ട്, അതാണ് പിന്മഴ. After seeding and just before the harvest, there is one rain, that is the spring rain. Before 1 month of the harvest, there will be rain, that is the spring rain. അപ്പോൾ ഈ കുടിഞ്ഞു കിടക്കുന്ന എല്ലാ നെന്മണികളും നിവർന്നു വരാനിടയാവും. Amen. So during that time, whichever has been obstructed by things, that will come back due to this rain. പ്രതികൂലങ്ങളാൽ, അപവാദങ്ങളാൽ, കഷ്ടങ്ങളാൽ, രോഗങ്ങളാൽ, നിന്ദകളാൽ പിശാച് നമ്മളെ തകർത്ത് കളയുവാൻ, നമ്മുടെ ദർശനങ്ങളെ, നമ്മുടെ പുഷ്ടിയെ തകർത്ത് കളയുന്ന പിശാചിന്റെ ശക്തിയെ ആ മഴയാൽ ദൈവം ശ്രേഷ്ഠകരമായി ഉയർത്തി. Because of the problems, the issues, the sickness, whatever in your life, that will be gone away due to this spring rain, and you will be coming back to your life and standing in front of God. ഇപ്പോൾ കൃഷിക്കാരന് സന്തോഷമായി, എൻ്റെ നെന്മണികളെല്ലാം
നീ വരാൻ സമയം. Now the farmer will be happy because all the field has been filled with grains. എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. Let all stand up in front of God. കഴിഞ്ഞ ഒരു ചാപ്റ്റർ പിശാച് നിന്നെ ഊറ്റിക്കളഞ്ഞു. In last chapter, the enemy has emptied you. നിന്റെ മാനസിക സന്തോഷം, ശരീരത്തിൽ, ആത്മമണ്ഡലത്തിൽ നിന്റെ നന്മകളെ പിശാച് ചൂഷണം ചെയ്തു. The enemy has taken away all your goodness in your life. പുഷ്ടിയുള്ള ഭാഗങ്ങളെ അവൻ സ്റ്റീൽ ചെയ്തു. Amen. All our blessing has been steal by the enemy. നിന്റെ കുഞ്ഞിനെ, നിന്റെ ഭർത്താവിനെ, നിന്റെ ഭാര്യയെ പിശാച് കവർന്നു. Amen. The enemy has taken away your wife, your husband. ഉപവാസത്താലും പ്രാർത്ഥനയാലും അതിനെ തിരിച്ചു പിടിക്കുവാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. With fasting and prayer, you should take it back in your life. യോവേൽ 2:12 നാം വായിക്കുമ്പോൾ In Joel chapter 2 verse 12 says, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കൂടെ with fasting and weeping and mourning, കരച്ചിലോടും വിലാപത്തോടും കൂടെ with weeping and mourning, എങ്കിലേക്ക് തിരിവീൻ. return to me. ഒരു റിയൽ റിപ്പന്റൻസ് നമുക്ക് ആവശ്യമാണ്. We need a real repentance in our life. എന്താണ് റിയൽ റിപ്പന്റൻസ്? What do you mean by real repentance? മുടിയൻ കൂത്തൻ റിയൽ റിപ്പന്റൻസ് ഏറ്റെടുത്തു. Amen. The prodigal son had taken the real repentance. എന്താണ് സാധാരണ മാനസാന്തരം? What is the simple repentance? യൂദാ ഒരു സാധാരണ മാനസാന്തരമാണ് അവന്റെ ജീവിതത്തിൽ വന്നത്. Judah had a simple repentance in his life. അവൻ ഒരു കയറ് വാങ്ങിച്ച് അതുപോലും അവന് ഉപകരിച്ചില്ല. Amen. He has taken one robe and it has not been useful in his life. അവന്റെ ജീവിതത്തിൽ വലിയ നന്മയായ യേശുവിനെ അവൻ ചോർന്നു കൊടുത്തു. Amen. The blessing in his life, that was Jesus in his life, he has taken away from that thing. നമ്മുടെ ചെറിയ കാര്യങ്ങൾ പോലും ദൈവം വലിയ അളവിൽ അത് കണക്കിടും. കുഞ്ഞുങ്ങളെ പറ്റി നല്ല വാക്ക്, ഭാര്യയെ പറ്റി നല്ല വാക്ക്, ഭർത്താവിനെ പറ്റി നല്ല വാക്ക്, നിന്റെ പാസ്റ്ററെ പറ്റി, കുടുംബത്തെ പറ്റി ഒരു നല്ല വാക്ക് പറയുവോ, ഇന്നുള്ളിൽ തീരുമാനം എടുത്തുകൊള്ളുക. Amen. God is valuing even the smallest thing in your life. So now onwards, you should say good things about your children, about your family, about your church, about your pastor. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മേൽ ദൈവം ഒരു മുൻമഴയും പിന്മഴയും അയച്ച ഒരു ഹാർവസ്റ്റിലേക്ക് ദൈവം നിങ്ങളെ വഴി നടത്താൻ ആഗ്രഹിക്കുന്നു. If you are like that, God is going to send autumn rains and spring rains in your life and return you back into the life. നിങ്ങളുടെ ദാസന്മാരുടെ മേൽ, ദാസന്മാരുടെ മേൽ ഈ ആത്മാവിനെ പകരും. Amen. God is pouring out the Spirit on women servants as well as the men servants. നിങ്ങളുടെ പുത്രന്മാരുടെ മേൽ, പുത്രിമാരുടെ മേൽ എന്നെ ആത്മാവിനെ പകരും. God is going to pour out the Spirit on your children, on your daughters and sons. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. Your older people will be seeing dreams. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. Amen. Yet the younger men will be dreaming dreams. ഈ വർഷം നടക്കുമെന്ന് നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുവോ? Do you believe that this is going to happen in your life this year? കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് എന്റെ കുടുംബത്തിൽ അത് സംഭവിക്കും. Let us all praise God and say that this is going to happen in our family. സംഭവിച്ചിരിക്കുന്നു, ഞാൻ believe ചെയ്യുന്നു. Amen. Just say that this has already happened in our family. നിങ്ങൾ കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ച് Let us all clap and praise God. സംഭവിച്ചു കഴിഞ്ഞു. This has happened in your life today. അത് സംഭവിച്ചു കഴിഞ്ഞു. This has happened in your life today onwards. നമുക്ക് ദൈവസന്നിധിയിൽ മടങ്ങി വരാം. Let us come back in front of God. ഹല്ലേലൂയ. Amen. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. നമുക്ക് ദൈവത്തോട് മാപ്പ് പറയാം. Let us ask forgiveness in front of God. എന്റെ വായിൽ നിന്ന് നെഗറ്റീവായിട്ട് പലതും ഞാൻ എന്റെ കുടുംബത്തിന് നേരെ സംസാരിച്ചു. I have said many negative things about my family. എന്റെ തലമുറയുടെ നേരെ ഒരിക്കലും അത് നന്നാവുകയില്ലെന്ന് ഞാൻ ചിന്തിച്ചു. I have thought that my children won't come back. ദൂരത്ത് നിന്ന് നിന്റെ നിരൂപണങ്ങളെ അറിയുന്നത് അവനാണ് എന്റെ യേശു. Amen. Jesus is seeing you everything far away. നിന്റെ ഭാര്യയെ പറ്റി, നിന്റെ ഭർത്താവിനെ പറ്റി, നിന്റെ ദൈവദാസനെ പറ്റി നീ തെറ്റിദ്ധാരണകൾ മനസ്സിൽ ചിന്തിച്ചു. Whatever the wrong things you have thought about your husband, your wife, your pastor, everything, God is seeing you. പിറുപിറുപ്പ് പാപമാണ്. The murmuring is a sin.
മത്സരം ഭാവമാണ്. The rebel is a sin. ശാഠ്യം ഭാവമാണ്. The fight is a sin. നാം കുഞ്ഞുങ്ങളല്ല, We are not a small kid. നാം പക്വതയുള്ളവരാണ്. We are matured enough. യേശുവിന്റെ സ്വഭാവമായ സൗമ്യത, താഴ്മ Amen. We should have the characteristics of Jesus. നമ്മുടെ ജീവിതത്തിൽ വരണം. It should come into our lives. സൗമ്യതയ്ക്ക് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്, maturity, പക്വത. Amen. We should have humility in our life. Humility and maturity in our life. Maturity നമുക്ക് ആവശ്യമാണ്. We should have maturity in our life. ഒരു ആത്മീയ പക്വത നമുക്ക് ആവശ്യമാണ്. We should have a spiritual maturity. യേശുവിന്റെ സ്വഭാവമായ പക്വത നിന്റെ ജീവിതത്തിൽ കടന്നു വരട്ടെ. Amen. The characteristics of Jesus, that is the maturity should come into our life. യേശുവിനെ സമർപ്പിക്കുന്നു. Jesus, we surrender ഞാൻ you. മടങ്ങി വരുന്നു യേശു. Jesus, we return you ഞാൻ back. മടങ്ങി വരുന്നു യേശു. We are returning. ദൈവസ്നേഹത്തിന്റെ ഒരു സ്റ്റെപ്പ് ചെയ്യൂ. Amen. Jesus, help us to move forward. ഞാൻ ആഗ്രഹിക്കുന്നു. Jesus, ഞാൻ മടങ്ങി വരുന്നു കർത്താവ്. we want to return back to ഞാൻ മടങ്ങി വരുന്നു കർത്താവ്. Jesus. We want. യേശുവേ ഞാൻ മടങ്ങി വരുന്നു. Jesus, I'm returning back. ഞാൻ നിമിത്തം എന്റെ കുടുംബമോ ദേശമോ തകരരുത്. Amen. Because of me, my family or my place shouldn't be നീ destroyed. ഇന്ന് തീരുമാനമെടുക്കുമ്പോൾ പിശാചിന്റെ ബേസ്മെന്റ് തകരുകയാണ്. If you decide today, the basement of Satan is going to be destroyed. ആമേൻ. Amen. ഹല്ലേലൂയ. Hallelujah. യൂത്ത് തീരുമാനമെടുത്തപ്പോൾ, Amen. When Ruth has taken a decision, ഹന്ന തീരുമാനമെടുത്തപ്പോൾ, when Hannah made a decision, ഇബ്താഹ് തീരുമാനമെടുത്തപ്പോൾ, when Ibtah has taken a decision, അവരുടെ പൈശാചിക നുകങ്ങൾ അടർന്നുപോയി. Amen. All the yoke of enemy has been broken. യൂത്തിനെ വാഴാടിമനുഖത്തിൽ നിന്ന് ഒരു ഓണർഷിപ്പിലേക്ക് കയറ്റുവാൻ എന്റെ യേശുവിന് പ്ലാനിട്ടു. Amen. God has taken Ruth from slavery to the majestic level. പത്താം തലമുറ പോലും ദൈവസന്നിധിയിൽ അടുക്കാൻ കൊള്ളാത്ത രൂത്തിനെ യേശുവിന്റെ വല്യമ്മച്ചിയാക്കി മാറ്റി. Amen. God has changed Ruth to be the for ancestor in the ancestor. നീ യഹൂദാ ഗോത്രത്തിലെ സിംഹമാണ്. Amen. You are the Lion of Judah. ഹല്ലേലൂയ. Hallelujah. തീരുമാനമെടുക്കാമോ? Can you decide today? എല്ലാവരും കരങ്ങളെ ഉയർത്തിക്ക്. Let all put our hands up. ഞാൻ പാടുന്ന പാട്ടുകൾ നിങ്ങൾ ഏറ്റുപാടിക്ക്. Let us all sing together. പ്ലീസ്